ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലുള്ള ഈ ഷോൾഡറിൽ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു പാർട്ട് കണ്ട അത് ബോഡി പാർട്ടിലെല്ലാം എങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു വീഡിയോ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതെങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയാൽ എല്ലാം മനസ്സിലാവും കേട്ടോ. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഞാൻ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ താഴ്ഭാഗത്തെല്ലാം നമ്മൾ വേവി ആയിട്ട് നിൽക്കാൻ ഒരു റാറ പോലെ നിൽക്കാൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാറില്ലേ, ആ ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേര് ഫിഷിംഗ് ത്രെഡ്, നൈലോൺ ത്രെഡ്, ടെങ്കീസ്, അങ്ങനെ പല പേരിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ഷമിക്കട്ടെ, എനിക്ക് കുറച്ച് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടാണ്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് സുഖം ആയിട്ടില്ല കേട്ടോ. ഒന്നുമില്ല, കാര്യമായിട്ട് ഒരു പനിയും ജലദോഷം പിടിച്ചതാണ് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിക്ക് നമ്മൾ ഏത് ഷേപ്പിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത് എടുക്കുക. അതിൻ്റെ ലെങ്ത്തും വെടുത്തും എല്ലാം നമുക്ക് നമ്മളെ ഐഡിയ പോലെ എടുക്കുക. ഞാനിതിൽ ഇത് എങ്ങനെയാണ് ഇതിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നില്ല ഒരു വീഡിയോ മാത്രമാണ് കാണിച്ചു തരുന്നത് കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം കാണിച്ച ആ മോഡലൊന്നല്ല ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾക്ക് ഇതെങ്ങനെയാണെന്ന് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയ മാത്രം കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിക്ക് നമ്മൾ ഈ ഫിഷിംഗ് ത്രെഡ് നമ്മളെ ഈ ക്ലോത്തിൻ്റെ പിന്നെ നല്ല ഭാഗത്തല്ല വെക്കണ്ട കേട്ടോ. ഫോൾഡ് ചെയ്യേണ്ടത് നല്ല ഭാഗത്താണ്, അതായത് പിന്നെ തുണീൻ്റെ മോശം അകത്താണ് നമ്മൾ ഈ ഫിഷിംഗ് ത്രെഡ് വെക്കേണ്ടത്. പിന്നെ എന്താ പറയുക, ഓരോരു ത്രെഡ് വെക്കുന്നവരും നമ്മൾ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് താഴോട്ടേക്ക് ഊർന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് ലെങ്ത്ത് ഒന്ന് ഇപ്പോൾ നമ്മൾ 3-ലാണോ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് 2-ലേക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെ ഇതിൻ്റെ ലൈനെല്ലാം എങ്ങനെയാണ് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു ട്രിക്ക് എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ ഫൂട്ടിൻ്റെ വിടുത്തില്ലേ അതിനനുസരിച്ചിട്ട് നമ്മളത് ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇതിന് ഓരോരോ മാർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് ഓരോരോ മോഡലിനനുസരിച്ചിട്ട് കുറച്ച് വീതി കൂടിയിട്ടടിക്കുക, വീതി കുറഞ്ഞിട്ടടിക്കുക, അത് നമ്മൾ ഓരോരു മോഡൽ പോലെയാണ് അത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കത്രികക്ക് മൂർച്ച കുറവാണ്, അത് 2 കൈയോട് പിടിച്ചമർത്തിയത് കേട്ടോ. ഓരോരോ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അടിഭാഗത്തുനിന്ന് ക്ലോത്ത് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വലിച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോൾ തന്നെ അത് സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും. പിന്നെ അതിനൊന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് സിമ്പിളാണ് സംഭവം. നമ്മൾ ആ ഒരു മോഡലെല്ലാം കാണുമ്പോൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും ചിലയാൾക്ക്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് അടിഭാഗത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലോത്ത് ഒന്ന് വലിച്ചിട്ട് പിന്നെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോരോ ലെയറും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ടിട്ട് കൊടുക്കുക. കത്രികക്ക് മൂർച്ച കുറവായതുകൊണ്ട് 2 കൈയോട് പിടിച്ചമർത്തിയത് കേട്ടോ. പിന്നെ ഒരു ട്രിക്ക് എന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ ഓരോരോ ലെയർ നമ്മൾ ത്രെഡ് വെച്ചിട്ട് ചെയ്തില്ല, ആ ത്രെഡ് വെക്കാണ്ട് തന്നെ നമ്മളൊരു പൈപ്പിംഗ് പോലെ ചെയ്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് പിന്നെ പുഷ് ചെയ്തിട്ട് കയറ്റി കൊടുക്കാൻ കേട്ടോ. 2 ടൈപ്പിലും നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാ എളുപ്പമുള്ള രീതി എന്ന് വിചാരിച്ചിട്ട് ചെയ്തോ. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫോട്ടോന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അത് നമ്മൾ ബോബിനോടൊന്ന് ജസ്റ്റ് മിസ് താഴോട്ടേക്ക് പോയി. ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ അത് മിന്നൽ പോലെയാണ്. ചില സമയത്ത് ഉണ്ടാവും. എൻ്റെ മോളുണ്ട്, പല സ്ഥലത്തെടുത്ത് കൊണ്ടിടും. അപ്പോൾ ഞാൻ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യല കേട്ടോ. ഗെയ്സോട് ഒന്ന് ഫൂട്ട് ചേഞ്ച് ചെയ്യല കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഈ എല്ലാ ഐറ്റംസ് എല്ലാം, അതായത് നമ്മൾ ഈ ത്രെഡെല്ലാം ഒന്ന് അകത്തേക്ക്
പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ക്ലോത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ. പിന്നെ നമ്മൾ എത്രയാണ് അതിന് വീതി വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു പൈപ്പിങ് ചെയ്യാൻ വേണ്ടിക്ക് ക്ലോത്തിൻ്റെ നമ്മൾ ചെയ്ത ആ ഒരു വർക്ക് ചെയ്തില്ലേ അതിൻ്റെ അടിഭാഗത്ത് ക്ലോത്ത് ആദ്യം വെക്കുക. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലെല്ലാം മനസ്സിലാവും കേട്ടോ. പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മുകളിലേക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യും കേട്ടോ. അങ്ങനെ 2 പീസാക്കി ഞാൻ ആ ഒരു സംഭവത്തിന് രണ്ടിനും അറ്റത്ത് ഇതേപോലെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വല്ല ഐഡിയ ഒന്നും ആയിട്ടൊന്നല്ല ഞാൻ വന്നത്. ഏത് ഷേപ്പിലാക്കുന്നില്ല ഒരു മൈൻഡൊന്നും ഉണ്ടായിട്ടില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഏത് ഷേപ്പാണ് ആവാൻ പറ്റുമെന്ന് അത് ഏത് രൂപത്തിലാവുമെന്ന് എനിക്ക് തന്നെ വല്ല ഐഡിയ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ രണ്ടും ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാൻ. ഇത് ഓർഗാൻസയിലും നെറ്റിലെല്ലാം ചെയ്താൽ അടിപൊളിയിൽ നമ്മളെ ഒരു ലുക്കിൽ തന്നെ കിട്ടും കേട്ടോ. ഇനി ഇതൊന്ന് ഫിറ്റിങ് ചെയ്യാൻ വേണ്ടിക്ക് ഒരു ബെൽറ്റ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് ഒരു ക്ലോത്ത് കട്ട് ചെയ്യുക 4 ഇഞ്ചിൽ. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ചിങ് കൊടുക്കാൻ. സ്റ്റിച്ചിങ് ഫസ്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്തിട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ വേണ്ടിക്ക് മാത്രമാണ് ഈ ഒരു ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് അതിൻ്റേതായ രീതിയിൽ ചെയ്യണം കേട്ടോ. ക്യാൻവാസൊക്കെ വെച്ചിട്ട് എന്നാലേ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അല്ലെങ്കിൽ ഇതൊരു ഉണങ്ങി ചത്ത പോലെ ആ ഒരു ഷേപ്പിൽ ഇത് ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ബാക്കിൽ ഹുക്ക് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളി കേട്ടോ. പിന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ പിന്നെ വേസ്റ്റ് ഭാഗത്ത് നമ്മൾ ടൈ ചെയ്യാൻ വേണ്ടിക്ക് ബാക്കിൽ ആ ഒരു ഷേപ്പിൽ ആ ഒരു ടൈപ്പിൽ ചെയ്യുന്നില്ലേ അതുപോലെയും ചെയ്യട്ടോ. അപ്പോൾ ക്ലോത്ത് കുറച്ച് വേസ്റ്റിൻ്റെ റൗണ്ടിനെക്കാട്ടി ഒരു 5-8 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് എടുക്കണം കേട്ടോ. എന്നാൽ അത് നമുക്ക് കെട്ടിട്ട് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഷേപ്പിൽ മാത്രമൊന്നല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ, നല്ല ക്ലോത്ത് ലെങ്ത്തിലൊക്കെ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ പല ഷേപ്പിലാക്കിയിട്ട് മാറ്റി നമ്മളെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കാണാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എനിക്കറിയുന്ന എല്ലാ ഇതും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ, ഞാൻ റിപ്ലൈ തരും കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അസ്സലാമു അലൈക്കും.